നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാർ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അങ്ങനെ വില കൊടുക്കേണ്ടി വന്നാ പോലീസുകാർക്ക് അതിനെ സമയമുണ്ടാവും. ഞങ്ങളെ തടയാൻ വന്നാലേ വകുപ്പ് വേറെ. മാറിക്കോട്ടു ഇവിടെ കൊണ്ടുവാ. കൊല്ല ചെയ്തവളെ പിന്നെ വെച്ച് വാഴിക്കണം. നിങ്ങളൊരു സ്ത്രീയാണോ സഞ്ജുവ? സഞ്ജു കേറങ്ങോട്ട്. ചേച്ചി ചേച്ചി എന്റെ മോളെ അമ്മ ഇതെങ്ങനെ സഹിക്കും? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയാത്ത നിനക്ക് ദൈവം ഇങ്ങനെ ഒരു വിധി തന്നല്ലോ മോളെ. അമ്മേ, നീ എന്തിനാ എന്നെ ഇപ്പൊ കാണാൻ വന്നത്? ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാനാണോ? എനിക്കിപ്പോ ആരെയും കാണണ്ട. എന്റെ മോളെ കാണാതെ എനിക്കിപ്പോ ആരെയും കാണണ്ട. അമ്മേ, കരഞ്ഞ അസുഖം വരുത്തി വെക്കരുത്. നിനക്ക് നിന്റെ അമ്മയുടെ അസുഖമാണല്ലേടാ വലുത്. എടാ, ആരെയാ കൊലക്കുറ്റം ആരോപിച്ച് ഈ വീട്ടിൽ നിന്ന് പോലീസ് കൊണ്ടുപോയതെന്ന് നിനക്കറിയോ? നീ താലി കെട്ടിയ പെണ്ണിനെ, മംഗളശ്ശേരിയിലെ മരുമകളെ പോലീസ് കൊണ്ടുപോയിരിക്കുന്നത്. എനിക്കിപ്പ അറിയണം, അമ്മുവാണ് അത് ചെയ്തെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പറയണം, പറയണം. അമ്മൂനറിയാം ഈ വീട്ടിലുള്ളവരൊക്കെ ആരാണ് അവൾക്കെന്ന്. നിന്റെ മുത്തശ്ശി അവളുടെ മുത്തശ്ശിയായിരുന്നു. അവൾ എങ്ങനെ അമ്മയെ പരിചരിച്ചെന്നുള്ള കാര്യമൊക്കെ എല്ലാവരും മറന്നു. പക്ഷെ എനിക്കത് മറക്കാനാവില്ല. ഈ കുടുംബത്തിന്റെ സർവനാശം കാണാൻ കൊതിക്കുന്ന ദക്ഷയുടെ അമ്മയെ കണ്ടിട്ട് കൈവിട്ട് കളയാൻ അവൾക്ക് മനസ്സ് വന്നില്ല. സ്വന്തം മുത്തശ്ശിയെ പോലെ അവൾ ആ സ്ത്രീയെ സ്നേഹിച്ചു, പരിചരിച്ചു. ആ പെൺകുട്ടിയാണത്ര അമ്മയെ ടെറസിൽ നിന്ന് തള്ളിയിട്ട് കൊന്നത്. അമ്മൂനെ ഞാൻ കൈവിട്ടെന്നാണ് അമ്മ കരുതുന്ന. വേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടമ്മേ. ഇതിന്റെ പിന്നിലെ ഒരു അപകടം കൂടി നീ മനസ്സിലാക്കണം. അമ്മു ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടി പോലീസ് പോവും. പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. അതിനു മുൻപ് അമ്മുനെ നീ പുറത്തിറക്കാൻ നോക്ക്. സഞ്ജു ഇവിടെ വന്നിരിക്കുവായിരുന്നോ? നമുക്ക് ഇറങ്ങാം സഞ്ജു. എത്രയും വേഗം ഒരു അഡ്വക്കേറ്റുമായി പോലീസ് സ്റ്റേഷനിൽ എത്തണം. ചെല്ലടാ വേഗം. അവള് പറഞ്ഞു കേട്ടില്ലേ? പോ, വാ പോടാ. എനിക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ എന്റെ അമ്മയെ രക്ഷിച്ച് എന്റെ കൈകളിൽ ഏൽപ്പിച്ചത് ലച്ചുവ. അത് ഞാൻ മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയില്ല. അപകടത്തിലേക്ക് പോകാൻ ഇറങ്ങിയ എന്റെ ഏട്ടനെ കവിതയിൽ നിന്നും കൃത്യസമയത്ത് രക്ഷിച്ചതും ലച്ചുവല്ലേ? ഇത്രയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ലച്ചുവിനെ ഞാൻ ഇങ്ങനെയെങ്കിലും സഹായിക്കണ്ടേ?
എന്തായാലും ഇങ്ങനെയെല്ലാം സംഭവിച്ചു. ലച്ചുവിനെ ഇപ്പോ അവര് കൊലപാതകയും ആക്കി. ആ കുടുംബത്തിലേക്ക് ലച്ചു ഇനി പോണ്ട. ലച്ചു എന്നോടൊപ്പം വാ. വീട്ടിൽ അമ്മയും ഉണ്ടല്ലോ. അമ്മയ്ക്കും ലച്ചു ഒരു കൂട്ടാവും. അതാ നല്ലത്. ആലോചിക്കാനൊന്നുമില്ല. സ്വന്തം മോളായിട്ട് തന്നെയാ ഞാൻ ലച്ചുവിനെ വിളിക്കുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇനി സംശയിച്ച് നിന്നാ പറ്റില്ല കേട്ടോ. ലച്ചു വാ. ചേച്ചി ചേച്ചി ദക്ഷമ എന്നെ രക്ഷിച്ചു. ലച്ചുവിനെ സ്റ്റേഷനിൽ നടക്കാൻ ഞാൻ അഡ്വക്കേറ്റിനെ കൂട്ടി വന്നതാ. ഇനി അതിന്റെ ആവശ്യമില്ല. SP ഞാൻ വിളിച്ചിരുന്നു. ലച്ചു ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. അതെന്തായാലും നന്നായി. താങ്ക് യു സാർ. അപ്പോൾ നമ്മളിനി CI കാണേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ലച്ചു, അമ്മ അവിടെ നിന്നെയും കാത്തിരിക്കുക. നിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് ചെന്നില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കില്ലെന്നാ അമ്മ എന്നോട് പറഞ്ഞ. എനിക്ക് ആരെയും കാണണ്ട. എന്റെ മോളെ കാണാതെ എനിക്ക് ആരെയും കാണണ്ട. അമ്മ വാ, നമുക്ക് പോവാം. ഇവൾ എന്റെ കൂടെയാ വരുന്നത്. അമ്മ അങ്ങനെ പറഞ്ഞോ? ഇവളെ കുറ്റവാളിയാക്കി ആ വീട്ടിലേക്ക് ലച്ചു എന്തിനാ ഇനി വരുന്നേ? ലച്ചു വാ, നമുക്ക് പോവാം. ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പോഴല്ല, പിന്നൊരു ദിവസം മുത്തശ്ശിയെ കാണാൻ. ദക്ഷമ എന്നോട് ക്ഷമിക്കണം. അമ്മ അവിടെ എന്നെയും കാത്തിരിക്കാം. ഞാൻ ചെന്നേ പറ്റൂ. വാ, നമുക്ക് പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.